നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 36ാമത്തെ വീഡിയോ ആണിത്. എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ മാർക്കറ്റിൽ നല്ല വാല്യുവേഷൻ ലഭിക്കുന്ന നല്ല സ്റ്റോക്കുകളെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് സ്റ്റോക്കുകൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് പവർ ഗ്രിഡ് ഒരു നല്ല റിട്ടേൺ ഷോർട്ട് ടൈമിൽ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടാർഗറ്റ് ഇതുവരെ ഹിറ്റ് ആയിട്ടില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുക, ഹിറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിനു മുമ്പുള്ള ആഴ്ചയിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കിൻ്റെ ബൈയിങ് ലെവൽസ് പറഞ്ഞിരുന്നു. കുറേ സ്റ്റോക്കുകൾ നമ്മുടെ ബൈയിങ് ലെവൽസിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ സ്പെഷ്യലി നമ്മുടെ പറഞ്ഞ ബൈയിങ് ലെവലിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്കാണെങ്കിലും ഷോർട്ട് ടൈമിലേക്കാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് ടൈമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ഒരു പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ഫുൾ ടൈം ജോബ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് പാർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് മാത്രമായിട്ട് ഒരു നല്ലൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് എല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ നമ്മുടെ നല്ല 3 സ്റ്റോക്കുകളിലേക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് HDFC ബാങ്കാണ്. അപ്പോൾ നിങ്ങളൊരു ലോങ് ടൈമിലേക്ക് HDFC ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എൻട്രി എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഞാനിവിടെ 1 വീക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓരോ ക്യാൻഡിലും ഒരാഴ്ചത്തെ മാർക്കറ്റിൻ്റെ വാല്യുവേഷനും സെൻറ്റിമെൻസും ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു 2021 കംപ്ലീറ്റ് ആയിട്ടുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ്. HDFC ബാങ്കിൻ്റെ ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു അപ് ട്രെൻഡിലാണ്, ഇത്രയും വലിയൊരു അപ് ട്രെൻഡ് അല്ല, ഒരു ചെറിയൊരു അപ് ട്രെൻഡിൽ തന്നെയാണ് HDFC ബാങ്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ സപ്പോർട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ 1 വീണ്ടും 2 3. അപ്പം ഈ രീതിയിൽ സപ്പോർട്ട് ലൈനിൽ ഇടിച്ച് ഇങ്ങനെ ബൗൺസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം 1539 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റീജിയണിൽ നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുവാണ് ഒരു നല്ല ബൈ ആയിട്ട്. അതുകൊണ്ട് ലോങ് ടൈമിലേക്ക് കുറച്ച് എൻട്രി ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും HDFC ബാങ്കിൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിഫ്റ്റി 50 നല്ലൊരു ബാങ്കാണ്. അപ്പം ഒരു 1480 to 1500 റീജിയണിൽ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് HDFC ബാങ്കിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം വെയിറ്റ് ചെയ്യുക, ചെറിയൊരു കറക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോർട്ട് ടൈം ആയിട്ടാണ് ഒരു എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് 1-2 മാസത്തിനുള്ളിൽ നിങ്ങളൊരു എബോ 10% അല്ലെങ്കിൽ 8-9-10% ഈ റേഞ്ചിൽ ഒരു നല്ലൊരു റിട്ടേൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഈ റീജിയനിൽ തന്നെ ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. 1480-1500 റീജിയനിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 1450 നിന്ന് ഒരു 150 രൂപ, അതായത് 1650 റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു 1650 റീജിയണിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും 1650-1700 ചെന്നിട്ട് അത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം 1700 സംതിങ് പോയ ഒരു സ്റ്റോക്കാണ് നമുക്കിപ്പം 1539 ലഭിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു വാല്യുവേഷനിൽ തന്നെയാണ് ലഭിക്കുന്നത്. അപ്പം കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ടൊരു നല്ലൊരു എൻട്രി എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് 1-2% താഴോട്ട് പോകുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഈ ഒരു റീജിയനിൽ നിങ്ങൾ കുറച്ചാണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആവറേജ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ട കാര്യമില്ല. അതല്ല നിങ്ങൾ കൂടുതൽ എമൗണ്ട് ആണ് നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പം 1480 അല്ലെങ്കിൽ 1500 അതിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് 150 രൂപയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഒരു 1400 അല്ലെങ്കിൽ 1390 റീജിയനിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക. ഏകദേശം നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അതായത് ഒരു 100 രൂപയുടെ ഒരു റിസ്ക്കും 150 രൂപയുടെ ഒരു റിവാർഡും 1390 റീജിയനിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ്, ഏകദേശം ഈ ഒരു റീജിയനിലങ്ങ് ഒരു സ്റ്റോപ്പ് ലോസും കൂടെ ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കാം. കോയൽ ഇന്ത്യയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും കോയൽ ഇന്ത്യ
അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നമ്മളിവിടെ 1 വീക്ക് അനലിസ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ ലോങ് ടൈം സപ്പോർട്ടും ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ബൗൺസ് ചെയ്ത് 2, 3 ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അതുമല്ല നമുക്ക് 200 ടച്ച് ചെയ്ത സ്റ്റോക്കാണ്. 140 ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ 200 ടച്ച് ചെയ്ത നല്ല മൂവ്മെൻറ്റ് തന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ നല്ലൊരു വാലുവേഷനിലാണ് ഇപ്പോൾ കറൻ്റ് ലഭിക്കുന്നത്. 153 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റീജിയണിൽ ഇതിൻ്റെ അകത്തും കുറച്ച് ലോങ് ടൈമിലേക്ക് കുറച്ച് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു 145, 150, 145, 148 റീജിയനിലാണ് നമ്മളൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 145 to 148, 153 ഒരു 5-6 രൂപ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അതുമല്ല നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ച നല്ലൊരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബൈയിങ് സോണിലേക്ക് എത്തുമെന്ന് നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കുക. അപ്പോൾ സെറോദയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് GTT ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മതി. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ എപ്പോഴും മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക് എപ്പോഴാണോ ബൈങ് ലെവലിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോക്ക് ബൈ ആവുന്നത്. പിന്നീടൊരു സെൽ ഓർഡർ GTT ഓർഡർ ഉപയോഗിച്ച് തന്നെ ഒരു സെൽ ഓർഡർ സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം സെറോദയിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാമെന്നും അതുപോലെ തന്നെ അതിന് ഓപ്പൺ ആക്കാനും ഉള്ള വീഡിയോസ് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കും ഉണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം മറ്റേതെങ്കിലും ബ്രോക്കറിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാലുവേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വാച്ച് ചെയ്ത് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് ലോങ് ടൈമിലേക്ക് ഈ ഒരു പോയിന്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടേതായ അനലൈസും കൂടെ ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കുക. നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഡേറ്റ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഇവിടെ നല്ലൊരു ബൗൺസ് തരും, നമുക്ക് നല്ലൊരു വെൽത്ത് തരും എന്ന് എക്സ്പെക്റ്റ് ചെയ്താണ് നമ്മൾ എൻട്രീസ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോർട്ട് ടൈമായിട്ട് ഒരു എൻട്രി പ്രതീക്ഷിക്കാം. അപ്പോൾ ഷോർട്ട് ടൈമായിട്ട് എൻട്രി എടുക്കുമ്പം ഒരു സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്യുന്നയാളാണ് എങ്കിൽ കുറച്ച് എമൗണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് ടൈം വളരെ ഷോർട്ട് ടൈമായിട്ടൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 145, 48 എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 165 റീജിയണിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ റീജിയണിൽ ഇവിടെ കാണാൻ സാധിക്കും ഒരു ഈ റേഞ്ചിൽ 165 റീജിയണിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് 200 സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ഹാഫ് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാം. അതിനുശേഷം ബാക്കി ഹാഫ് ക്വാണ്ടിറ്റി വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുകളിൽ സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും നമുക്കൊരു 10% എബോവ് ആണ് നമ്മളിവിടെ ടാർഗറ്റ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ 136 റീജിയണിൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. 136 റീജിയണിൽ അപ്പം 110 രൂപ ഏകദേശം സ്റ്റോപ്പ് ലോസും 15 രൂപ ഏകദേശം ടാർഗറ്റുമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും വെയിറ്റ് ചെയ്യുക ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വരെ. ഇവിടെ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഒന്നുകിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നവരെ വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നവരെ വരെ വെയിറ്റ് ചെയ്യുക, കൂടുതൽ എമൗണ്ട് ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ. അല്ലാതെ ചെറിയൊരു പ്രോഫിറ്റിലേക്ക് വരുമ്പോഴത്തേനും എക്സിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ എപ്പോഴെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാലും വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു നഷ്ടം കറക്റ്റായിട്ടൊരു വെൽത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം വെയിറ്റ് ചെയ്യുക, നല്ല എൻട്രീസ് എടുക്കുക, കുറച്ചും കൂടെ ഒന്ന് കറക്ഷൻ ഉണ്ടായിക്കോട്ടെ, ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രി എടുക്കുക. ഇപ്പോഴും മോശമല്ല, നല്ല റേറ്റ് തന്നെയാണ്. 200 വരെ ടച്ച് ചെയ്ത സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്ക് ബ്രിട്ടാനിയാണ്. ബ്രിട്ടാനിയയിൽ നമ്മൾ ഓൾറെഡി ഒന്ന് പ്രോഫിറ്റൊക്കെ ഒന്ന് ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ അന്ന് എൻട്രി എടുത്തിരുന്നത് കുറേ നാളുകൾക്ക് മുമ്പ്. അതിനുശേഷം നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഇവിടെ ഒരു ടാർഗറ്റും നമ്മൾ ഹിറ്റായതാണ് ഷോർട്ട് ടൈമായിട്ട്. അപ്പോൾ വീണ്ടും നമുക്ക് തിരിച്ച് ഇത് സൈഡ് വേസിലാണ് ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ സൈഡ് വേസിൽ മൂവ് ചെയ്യുന്നതായിട്ട്. അപ്പം ഈ റീജിയണിൽ നല്ലൊരു സപ്പോർട്ട് റീജിയനാണ് ഈ 1400, 1420-30 റേഞ്ചിൽ. അപ്പം ഈ ഒരു റീജിയണിൽ നിങ്ങൾക്ക് ഇനിയും എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. 3579 ഇപ്പം ബ്രിട്ടാനിയ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കറക്ഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് കുറച്ച് സ്റ്റോക്ക് ബ്രിട്ടാനിയയുടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ലോങ് ടൈമിലേക്ക് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്ക് കുറച്ച് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എപ്പോഴും അതുപോലെ തന്നെ
2 ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിമാറ്റ് അക്കൗണ്ടും ഒരു ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിമാറ്റ് അക്കൗണ്ടും. അപ്പം അത് നല്ലൊരു വെൽത്താണ്. അപ്പം നിങ്ങൾക്ക് സെറോദയുണ്ട്, അപ്സ്റ്റോക്സ് ഉണ്ട്, ഏഞ്ചൽ ബ്രോക്കിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന നല്ല ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഒരു ലോങ് ടൈമിലേക്ക് ഒരു എൻട്രി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു എൻട്രി നോക്കാം. ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ ഈ സെയിം ആണ് പറയുന്നത് 3400 420 റേഞ്ചിൽ. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 3750 ആണ് ഈ ഒരു റീജിയൺ. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം ഈ ഒരു റീജിയനിലാണ് നമ്മളൊരു 3750 റീജിയനിലാണ് ഒരു ടാർഗറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒന്ന് കുറച്ചും കൂടെ ഒരു കറക്ഷൻ വരാനുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വരുമെന്ന് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇൻ കേസ് വന്നില്ലെങ്കിൽ വിട്ട് കളഞ്ഞേരും. നമുക്ക് വേറെ സ്റ്റോക്കുകളും ഉണ്ട് മാർക്കറ്റിൽ ഓൾറെഡി ലഭിക്കുന്ന നല്ല വാല്യുവേഷനിൽ ഇപ്പം പോകുന്ന സ്റ്റോക്കുകളുണ്ട്. അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എൻട്രീസ് എടുക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തതിന് ശേഷം പിന്നെ ഈ താഴോട്ട് വന്നിട്ട് ഈ ഒരു റീജിയനിൽ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നല്ല പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകാൻ പോകും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുക. ഇതൊരു നല്ല വാല്യുവേഷനാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ഇവിടെ നിന്ന് ബൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ വെയിറ്റ് ചെയ്യുക, കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി എടുക്കുക, നല്ലൊരു എൻട്രി ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റായിട്ട് ഈ ഒരു റേഞ്ചിൽ 4000 എബോവ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് 250 രൂപയാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു 150 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക, 3250 റേഞ്ചിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പം നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് അവിടെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക. ക്യാപിറ്റൽ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഷോർട്ട് ടൈമായിട്ട് നല്ല വാല്യുവേഷനിലേക്ക് വരുമ്പോൾ എൻട്രീസ് എടുക്കുക. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കുകളിൽ അധികം എൻട്രീസ് എടുക്കാതിരിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മൾ ചെയ്തേക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ളതെല്ലാം അടങ്ങിയ വീഡിയോ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കുക, അതിനുശേഷം ഇങ്ങനെയുള്ള എൻട്രീസ് എടുക്കുക. അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് നമ്മളൊരു എൻട്രി പറഞ്ഞിരുന്നു, നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നല്ല രീതിയിൽ നല്ല മികച്ച രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ബൈയിങ് ലെവൽസിൽ നിന്ന് സ്റ്റോക്കുകളെല്ലാം മൂവ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.